നവോത്ഥാന കേരളത്തിന്റെ വിപ്ലവ നക്ഷത്രം അയ്യൻകാളിയുടെ 161 ജയന്തി ആഘോഷം സംസ്ഥാനത്തൊട്ടാകെ വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. കേരളത്തിൽ നിലവിലുണ്ടായിരുന്ന ജാതിഭ്രാന്തിനും അസമത്വങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പോരാടിയ സാമൂഹിക പരിഷ്കർത്താവായിരുന്നു അയ്യൻകാളി. സാമുദായിക സംഘടനകൾക്ക് പുറമെ വിവിധ സാംസ്കാരിക സംഘടനകളും മഹാത്മാ അയ്യൻകാളി ജയന്തി വിപുലമായി തന്നെ ആഘോഷിച്ചു. തൻ്റെ ജനതയ്ക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്നതിനു വേണ്ടി പോരാടിയ വിപ്ലവാത്മകമായ സമരങ്ങൾ നയിച്ച അദ്ദേഹത്തിൻ്റെ വിപ്ലവ വീര്യത്തിൻ്റെ പ്രതീകമായി പള്ളിക്കൽ പ്ലാച്ചിവിളയിൽ പ്രതിഭാസംഗമം സംഘടിപ്പിച്ചു. പരിപാടി ഉദ്ഘാടനം ചെയ്തത് വർക്കല MLA വി ജോയി ആയിരുന്നു. അത് തുറന്നു പറയാനും അതിനുവേണ്ടി പോരാടാനും അദ്ദേഹം തയ്യാറായി. ശ്രീമൂലം പ്രജാസഭയിലെ അംഗമായിരുന്നു കൊണ്ട് അധസ്ഥിത വിഭാഗങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്താൻ മഹാനായ ശ്രീ അയ്യൻകാളിക്ക് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ മക്കളെ സ്കൂളിൽ അയക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായി, നന്നായിട്ട് അവർക്ക് പഠിച്ചു വരാനുള്ള സാഹചര്യം ഉണ്ടായി. അതെല്ലാം ചെയ്തു. ഇന്ന് മഹാത്മാ അയ്യൻകാളി പഞ്ചമി എന്ന് പറയുന്ന കുട്ടിയെ കൈപിടിച്ചു കൊണ്ടുപോയി സ്കൂളിൽ ചേർക്കാൻ പോയ സ്കൂളിന് കേരളത്തിലെ ഗവൺമെന്റ് പഞ്ചമിയുടെ പേര് നൽകി ആ സ്കൂള് ഏറ്റവും വലിയ സ്കൂളാക്കി ഉയർത്തി. അതൊരു പ്രധാനപ്പെട്ട സംഭവമാണ്. നമ്മുടെ നാടിന്റെ നവോത്ഥാന നായകന്മാർ, അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശ്രീനാരായണ ഗുരുവാണെങ്കിലും മഹാത്മാ അയ്യൻകാളിയാണെങ്കിലും ചട്ടമ്പി സ്വാമികളാണെങ്കിലും അയ്യ വൈകുണ്ഠ സ്വാമിയാണെങ്കിലും അങ്ങനെ തുടങ്ങിയിട്ടുള്ള ധാരാളം ആളുകൾ വലിയ മാറ്റങ്ങൾക്ക് വിധേയമായി. അതിൻ്റെ എല്ലാം ഭാഗമാണ് ഇന്ന് നാം കാണുന്ന ഈ പുരോഗമനപരമായിട്ടുള്ള കേരളം എന്നുള്ള കാര്യം നാം മറക്കാൻ പാടില്ല. എൻ്റെ ഒരു വിനീതമായ അഭ്യർത്ഥന, വരുന്ന തലമുറയെ ഇതെല്ലാം പഠിപ്പിക്കുന്നതിന് വേണ്ടുന്ന ഒരു നല്ല പരിശ്രമം നമുക്ക് നടത്തേണ്ടതുണ്ട്. ആ പരിശ്രമം നിങ്ങൾ നടത്തണം എന്ന് മാത്രം അഭ്യർത്ഥിച്ച്, ഇന്ന് ഇതിന്റെ ഭാഗമായി നമ്മുടെ നാട്ടിലെ കുട്ടികളെ ആദരിക്കാനും നമ്മുടെ നാടിന് അഭിമുഖീകരിക്കുന്ന ലഹരിക്കെതിരായിട്ടുള്ള ഒരു പ്രഭാഷണവും കൂടി ഇവിടെ നിങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്, അത് ഇന്നത്തെ ഒരു ദിവസത്തിന്റെ പ്രത്യേകതയിൽ അതുകൂടി ഏറ്റവും പ്രധാനപ്പെട്ടതായി കരുതുകയാണ്. കവി കുരീപ്പുഴ ശ്രീകുമാർ മുഖ്യ പ്രഭാഷണം നടത്തി. സിനിമാ പാട്ട് അതുപോലെ ആവർത്തിക്കുക എന്നുള്ളതല്ല ഒരു ഗായകന്റെ കഴിവ്. വേറെ പാട്ടുകൾ ഉണ്ടാക്കി അത് ജനഹൃദയങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ്. അങ്ങനെ എത്തിക്കാൻ ശ്രമിച്ച കുറേയേറെ ആളുകളുണ്ട് മലയാളത്തിൽ. അതിനകത്തൊരാൾ PS ബാനർജിയാണ്. PS ബാനർജിയുടെ അയ്യൻകാളിയെക്കുറിച്ച് തന്നെയുള്ള പാട്ടുണ്ട്. ഞാനിവിടെ വന്നപ്പോൾ ശ്രദ്ധിച്ചത് അയ്യൻകാളിയെക്കുറിച്ചുള്ള പാട്ടുകളാണ് ഇവിടെ കേട്ടത്, മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ. ബാനർജിയുടെ പാട്ട് അതുപോലെ തന്നെയാണ്, അതിമനോഹരമാണ്. നിങ്ങൾ യൂട്യൂബിൽ ഏതാണ്ട് 1 ദശലക്ഷത്തിലധികം ആളുകളാണ് അദ്ദേഹത്തിൻ്റെ പാട്ട് കേട്ടത്. വില്ലുവണ്ടി ഏറി വരുന്നത് ആരുടെ വരവോ എന്നുള്ള പാട്ട്, പല്ലുമാലി അറുത്ത് മാറ്റി വരുന്നത് ആരുടെ വരവാണ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ പാട്ട് ഒരുപാട് പേര് ഏറ്റുപാടിയ പാട്ടാണ്. അദ്ദേഹത്തിൻ്റെ അയ്യൻകാളിയുടെ വണ്ടി ഓടിച്ചിരുന്ന ഒരാളുണ്ട്. മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് ഇത്തവണ അയ്യൻകാളിയെക്കുറിച്ച് ഒരുപാട് ലേഖനങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിനകത്തൊക്കെ അയ്യൻകാളിയുടെ വില്ലുവണ്ടി കാണിക്കുന്നതാണ്. 2 കാളകൾ വലിച്ചുകൊണ്ട് പോകുന്ന കാളവണ്ടി. ഈ കാളവണ്ടിയിൽ എഴുന്നേറ്റ് നിൽക്കുന്ന അയ്യൻകാളിയാണ് കാണിക്കുന്നത്. ഈ കാളയ്ക്കും അയ്യൻകാളിക്കും ഇടയ്ക്ക് ഒരാളുണ്ട് കേട്ടോ. അത് അർജുനനും കുതിരകൾക്കും ഇടയ്ക്ക് ശ്രീകൃഷ്ണൻ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന പോലെ ഒരാളുണ്ട്. ഈ കാളവണ്ടി തെളിച്ച ഒരാൾ. അയാളുടെ പേര് പയറുവിള കൊച്ചപ്പി എന്നാണ്. അയാളെക്കുറിച്ച് ആരും പറഞ്ഞു കേൾക്കാറില്ല. അദ്ദേഹമാണ് അയ്യൻകാളിയെ കൊണ്ടുപോകുന്നത്. അതെന്തായാലും സിനിമയിൽ ദളിതർക്ക് പ്രവേശനം ഇല്ല, സ്ത്രീകൾക്ക് തീരെ പ്രവേശനമില്ല. അതുമാത്രമല്ല, അടുത്ത കാലത്ത് കാണുന്ന ഒരു വലിയ രസകരമായിട്ടുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധയുണ്ടാവും. നമ്മുടെ സിനിമാ നടികളെല്ലാം അവരുടെ ജാതിപാല് പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ്. മേനോൻ, വാര്യർ, നമ്പീശൻ, കുറുപ്പ്, നായർ, പിള്ള,
തുടങ്ങിയിട്ടുള്ള ജാതിവാലികൾ. ഞാൻ ജാതി വിശ്വസിക്കുന്ന ഒരാളല്ല. ജാതി വിശ്വസിക്കാത്തതിന് എനിക്ക് യാതൊരു ദോഷവും ഇതുവരെയില്ല. ജാതിയിലോ മതത്തിലോ ഞാൻ വിശ്വസിക്കുന്ന ഒരാളല്ല. അയ്യങ്കാളി പറഞ്ഞ പോലെ നിങ്ങൾ അമ്പലങ്ങളിൽ കൊണ്ടുപോയി പണം ഇടരുത്. ആ പണം കൊണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക്, വിശക്കുന്ന കുഞ്ഞിന് എന്തെങ്കിലും ആഹാരം വാങ്ങിച്ചു കൊടുക്കണം. ഞാൻ അങ്ങനെ തന്നെ അത് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ഒരമ്പലത്തിൽ ഞാൻ 5 പൈസ പോലും ഈ ഇതായിട്ടിടാറില്ല, നേർച്ചയായിട്ടിടാറില്ല. വേറെ ആർക്കെങ്കിലും എൻ്റെ കൂട്ടുകാർക്കാർക്കെങ്കിലും സഹായിച്ചാൽ ഇപ്പം മുഖ്യമന്ത്രിയുടെ എനിക്ക് നാളെ കിട്ടാൻ പോകുന്ന ഒരു പുരസ്കാരമുണ്ട്. ആ പുരസ്കാരത്തിൻ്റെ എനിക്ക് കിട്ടുന്ന പൈസ 10,000 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഞാൻ അവിടെ വെച്ച് കൊടുക്കും. വിദ്യാഭ്യാസ മേഖലയിൽ കരുത്തുറ്റ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്ക് പുരസ്കാരങ്ങൾ ഈ ചടങ്ങിൽ സമ്മാനിച്ചു. മഹാത്മാ അയ്യങ്കാളി അദ്ദേഹത്തെക്കുറിച്ച് വളരെ ആധികാരികമായിട്ട് കുറേ വർഷങ്ങളായിട്ട് വിവിധ പരിപാടികൾ നടത്താൻ ആഗ്രഹിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 3-4 വർഷങ്ങളായി അദ്ദേഹത്തിൻ്റെ ജയന്തി ദിവസങ്ങളിൽ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് അതിൻ്റെ പകത്വത്തെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മഹാത്മാ അയ്യങ്കാളി വിഭാവനം ചെയ്ത അതേ തരത്തിലേക്ക് ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കാവുന്ന ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരം പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇപ്രാവശ്യവും ഞങ്ങൾ വളരെയധികം വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതിൽ ജാതിയോ മതമോ മറ്റൊന്നും തന്നെ നോക്കാതെ ഈ പ്രദേശത്തിൻ്റെ വളർച്ചയെ അല്ലെങ്കിൽ ഈ പ്രദേശത്തിൻ്റെ പുരോഗതിയെ ലക്ഷ്യമാക്കിക്കൊണ്ട് തന്നെ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വർഷവും ഞങ്ങൾ ആ പരിപാടി ഇനി വരും കാലഘട്ടങ്ങളിൽ തന്നെ വളരെ കൂടുതൽ അംഗങ്ങൾക്ക് ഫലപ്രദമായ രീതിയിലേക്ക് നടപ്പിലാക്കാനാണ് ആഗ്രഹിക്കുന്നത്. മഹാത്മാ അയ്യങ്കാളി മുന്നോട്ട് വെച്ച ആ ജാതി ചിന്തയ്ക്ക് അതീതമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ജാതിക്കും അതീതമായിട്ടുള്ള സാധുജന പരിപാലന സംഘത്തിൽ അദ്ദേഹം വിഭാവനം ചെയ്ത ആ കാഴ്ചപ്പാടിലൂടെ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ കാലഘട്ടത്തിന് ആവശ്യമായ തരത്തിലേക്ക് എന്തെല്ലാം പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റും അതിന് മുന്നോടിയായിട്ടാണ് ഞങ്ങൾ ഇത്തരം പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ കമ്മ്യൂണിറ്റി ഹാള്. ഇത് 2013-14 വർഷം ഈ പ്രദേശത്തെ ജനങ്ങളുടെ ഒത്തുചേരലിൽ നിന്നും അവരുടെ വിദ്യാഭ്യാസ പുരോഗതിക്കും വേണ്ടി സംഘടിപ്പിച്ചിട്ടുള്ള സർക്കാർ തലത്തിൽ നിന്ന് ഫണ്ട് ഉപയോഗിച്ച് നൽകി തന്ന പരിപാടിയാണ്. അതനുസരിച്ച് നമ്മൾ ഇത്തരത്തിലൊരു ലൈബ്രറി പ്രവർത്തിക്കുകയും ഈ പ്രദേശത്തെ വിദ്യാഭ്യാസത്തിന് അത് ഊന്നൽ കൊടുത്തുകൊണ്ട് പ്രവർത്തിച്ചിരുന്നു. അതുപോലെ തന്നെ വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികൾക്ക് വരും വർഷങ്ങളിൽ വളരെ കൂടുതൽ അവരെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലേക്കുള്ള കർമ്മപദ്ധതി നടപ്പിലാക്കാൻ ഇതിൻ്റെ സംഘാടക സമിതി ശ്രമിച്ചു വരികയാണ്. അതിൻ്റെ ഭാഗമായിട്ട് വിദ്യാഭ്യാസത്തിന് വളരെ പ്രാധാന്യം നൽകിക്കൊണ്ട് PSC ക്ലാസ്, ഇംഗ്ലീഷ് പ്രത്യക്ഷ ട്യൂഷൻ തുടങ്ങിയ പരിപാടികളുടെ ഇതോടൊപ്പം തന്നെ സംഘടിപ്പിക്കാനാണ് ഞങ്ങൾ അടുത്ത വർഷങ്ങളിൽ പ്രാരംഭിച്ചിരിക്കുന്നത്. ചടങ്ങിൽ മഹാത്മാ അയ്യൻകാളി ജന്മദിന ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് രാജേഷ് മോഹൻ അധ്യക്ഷത വഹിച്ചു. അംബേദ്കറൈറ്റ് മുരളി തോന്നയ്ക്കൽ, പള്ളിക്കൽ സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീ രാജീവ് കുമാർ, സിനിമ നാടക ആർട്ടിസ്റ്റ് രാഘവ പ്രസാദ്, വാർഡ് മെമ്പർമാരായ ശ്രീ മുബാറക് ഐ, ശ്രീ അനിൽ പി, ലിറ്റിൽ സ്റ്റാർസ് പ്രസിഡന്റ് ഗീതുമോൾ GB തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് പോസ്റ്റോ ന്യൂസ്.